എൻ്റെ നാട്ടിലേക്ക് പോണ വഴിയാണ് കേട്ടോ. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോണ മാതിരി ഉണ്ടല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നാട്ടിലേക്ക് പോകുമ്പോൾ ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തുണ്ട്, ട്രാഫിക് ഒന്നും ഇല്ലാണ്ട് നമുക്ക് അവിടെ എത്താലോ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കാണുന്ന അമ്പലമാണ് ഇത് കേട്ടോ. ചെറുപ്പത്തിലൊന്നും ഞാൻ വന്നിട്ടേ ഇല്ല, കണ്ടിട്ടുമില്ല. ഇപ്പോഴും കാണാൻ അവിടെ പൂജകളൊന്നുമില്ല, എന്നൊന്നും പൂജയൊന്നുമില്ല അവിടെ. ചൊവ്വയും വെള്ളിയും മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാം കേട്ടോ. ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇത് ഞാനിപ്പോൾ എവിടെ വന്നിരിക്കണ അറിയോ? പാലക്കാട് കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വെണ്ടവാഴ്ച അമ്പലത്തിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള പൂജകളുണ്ട്. ഒന്ന് അധമ അതിൽ പെടുന്നതും, പിന്നെ ഒന്ന് ഉത്തമ പൂജയും. അങ്ങനെ രണ്ടെണ്ണം നടക്കുന്നുണ്ട് ഇവിടെ. അത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ ഉള്ളൂ കേട്ടോ പൂജയൊക്കെ ഇവിടെ. പിന്നെ ഞാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ എന്താണ് ബലി, കോഴിയും ഇതിനെയൊക്കെ അറക്കണ, അതിനെയൊക്കെ കൊന്ന് അതിനെ വെച്ച് കഴിക്കുന്ന ഒരു ഇതുണ്ട്, പൂജയുണ്ട്. കൊല്ലത്തിലൊരിക്കലേ ഉള്ളൂ. അത് ഇന്നാണെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വന്നത് കേട്ടോ. പക്ഷെ ഇന്ന് ഇവിടുത്തെ വേലയാണ്, ഇന്ന് ഇവിടുത്തെ ഉത്സവമാണ്, അല്ലാണ്ട് മറ്റേതല്ല. അത് കഴിഞ്ഞു പോയിന്ന്. അത് ഡിസംബർ 3-നായിരുന്നു എന്നാ പറഞ്ഞത്. വൃശ്ചിക മാസം, മലയാള മാസം 3-ാമത്തെ ചൊവ്വാഴ്ച, അതാണത്രേ ആ പരിപാടി കേട്ടോ. വന്നപ്പോൾ അതിൻ്റെ അടുപ്പ് കൂട്ടിയതും ഒക്കെ എന്നെ കാണാനുള്ളൂ. അന്നിവിടെ ഭയങ്കര വൈകുന്നേരം വരെ 4 മണി 5 മണി വരെ അവർ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറഞ്ഞത്. ആർക്ക് വേണമെങ്കിലും അതും ഉണ്ട്. പിന്നെ സാധാരണ അന്നദാനം വേറെയും, മറ്റേ അമ്പലത്തിൽ രണ്ടും അടുത്തടുത്താണ്. കാണിച്ചു തരാം കേട്ടോ. അപ്പം അപ്പം അതിൻ്റെ തൊട്ടന്നെയാണ് ഈ പാമ്പേരിയം പാറ എന്ന് പറയും, പാമ്പേറിയ പാറ കേട്ടോ. അത് 2 ഉണ്ട് ഇവിടെ. അവിടെ തടക്കശ്ശേരി എന്ന് പറഞ്ഞ അവിടെ വേറെ ഉണ്ട്. പക്ഷെ ഇതിൻ്റെ അടുത്ത് ഈ എന്താണ് മുട്ടക എനിക്കണം പാറയിൽ വന്നിട്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഈ പാമ്പേരിയം പാറയിൽ നേരെ അപ്പുറത്ത് കാണുന്നതാണ് അയ്യപ്പൻ മല പറയും കേട്ടോ, അയ്യപ്പൻ മല. അപ്പോൾ അവിടുന്ന് അയ്യപ്പൻ കണ്ടു തൃതീയ പാമ്പ് ഭഗവതിയെ ഉപദ്രവിക്കാൻ പോണത്. അവിടുന്ന് അമ്പ ചെയ്തപ്പോൾ 2 തലയും തല അപ്പം തന്നെ അറുത്തുന്നു. അവിടുന്ന് അറുത്തിട്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആ പാടം ഇതിൻ്റെ പിന്നിൽ, ആ പാടമാണ്, പാടത്തിൻ്റെ അപ്പുറമാണ് അയ്യപ്പൻ മല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവർ പറയണ കഥകൾ. എന്താണ് ഈ വണ്ടവാഴ്ച എന്ന് പേര് വന്നത് എനിക്കറിയില്ല കേട്ടോ. കാരണം അത് പറഞ്ഞു തരാൻ പറ്റിയ കാരണവന്മാരും ഇല്ല. കാരണം ഞങ്ങളൊന്നും ചെറുപ്പത്തിൽ വന്നിട്ടില്ല ഇവിടെ. ഞങ്ങളുടെ കുറച്ച് ദൂരമുണ്ട്. ഇത് പിന്നെ കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ കേരളശ്ശേരി നേരെ തൊട്ട തന്നെയാണ്. പൂമ്പാറ്റ അതിൻ്റെ ഇടയിൽ കൂടെ. ഇത് ശരിക്കും കണ്ടോ, നാച്ചുറൽ ശരിക്കുള്ള കാടാണ്, റബ്ബർ കാടൊന്നും അല്ല. കണ്ടില്ലേ അവിടെ ജണ്ടയൊക്കെ ഉണ്ട്. ഇങ്ങനെ കാട് പ്രദേശമാണ്. അതിൻ്റെ നടുവിലൊരു അമ്പലം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിനെപ്പറ്റി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്, എല്ലാം കാണിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടോ. അവരെ കോഴിയെ കെട്ടിയിട്ടുണ്ടാവും രാവിലെ എന്നൊക്കെ പറഞ്ഞ്, എന്താണ് അറക്കാനുള്ള കോഴികളെ കുളിപ്പിച്ച് കെട്ടിയിട്ടിട്ടുണ്ടാവും അത്ര. അപ്പം അതൊക്കെ എല്ലാം ഒന്ന് അങ്ങനെയൊക്കെയുള്ള അധികം അമ്പലങ്ങളൊന്നും ഇല്ലല്ലോ, ഇപ്പം അതൊക്കെ നിർത്തി പോവല്ലേ. അപ്പം അതൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ അത് കഴിഞ്ഞിരിക്കണം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ കഴിഞ്ഞു ആ പരിപാടി. ഇന്നിപ്പോൾ ഉത്സവമാണ്, ഉത്സവത്തിൻ്റെ തയ്യാറെടുപ്പുകളും ഒക്കെയാണ്. വൈകുന്നേരം മറ്റേ കൊട്ടും കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ അന്നദാനവും ഇല്ല, ഒന്നുമില്ല എന്തായാലും. അപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ കാണിച്ചു തന്നിട്ട് പോകും കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഇത്ര ഭംഗിയുള്ള ഒരു കാട് നമ്മളുടെ അധിക സ്ഥലങ്ങളിലൊന്നും ഇപ്പം ഇല്ല. കാരണം ഇവിടുത്തെ മരങ്ങൾ എൻ്റെ അമ്മേ കാല് വേദനിക്കണേ. അപ്പോൾ ആ കാടെങ്കിലും നേരെ കാണിച്ചു തരാം നിങ്ങൾക്ക്. കാടും പാടവും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഏറ്റവും നല്ല സുഖകരമായിട്ടുള്ള സ്ഥലമാണ്. വേണമെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ വന്നാൽ, ഇന്നിപ്പോൾ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, വേലയുടെയൊക്കെ അവർ വിളിച്ചു പറയുകയൊക്കെയാണ് കേട്ടോ. അതാണ്. അപ്പം നോക്കട്ടെ, ഈ പാറ എൻ്റെ അമ്മോ നീ എനിക്കിരിക്കാൻ വയ്യ. അങ്ങനെ മുട്ടുവേദന പറഞ്ഞ പാറയിൽ മുട്ട് തട്ടിയിട്ട് കേട്ടോ. കുറേ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വന്നിട്ട് കണ്ടോ, കാലിലെ മുള്ളും ഒക്കെ കണ്ടോ, മുള്ളൊക്കെ തറച്ച് കണ്ടില്ലേ, അതൊക്കെ ഉണ്ട്. അയ്യോ, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്നിട്ടേ. അപ്പം എന്നാ ശരി, ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണുള്ളത്. അതൊക്കെ കാണും. കണ്ടില്ലേ വൈകുന്നേരത്തെ വേലയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ. കുറേ ഐസ്ക്രീമിൻ്റെ കുറേ വണ്ടികളുണ്ട്. പിന്നെ ഈ പൊരി സാധനങ്ങളൊക്കെ വന്ന്, ഹലുവയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കണേ ഉള്ളൂ കേട്ടോ. തുറന്നിട്ടില്ല, ചാക്ക് തുറന്നിട്ടില്ല. അപ്പോൾ ഒക്കെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി ഇങ്ങനെ ഇരിക്കണേ ഉള്ളൂ. അപ്പം നമ്മളിതാ കണ്ടില്ലേ, ശരിക്കും കാടിൻ്റെ നടുവിലാണ്. നമ്മൾക്ക് ഈ വേറെ കാട് ഉണ്ടാക്കിയ കാടൊന്നുമല്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞൊരു അമ്പലം അത്രയേ ഉള്ളൂ. മുമ്പ് അമ്പലം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. ഒരു ചെറിയൊരു കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ വരിക, സ്വന്തം ഇതല്ലേ പൊങ്കാല മാതിരി. ഇതാണ് കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ 2 ആഴ്ച മുമ്പത്തെ അവർ കോഴിയെല്ലാം വെച്ച് അങ്ങനെ ഒരു പൊങ്കാല ടൈപ്പ് കേട്ടോ. അതുണ്ട്. അതിൻ്റെ അടുപ്പുകളാണ്, ആ അടുപ്പ് കൂട്ടിയതാണ് കാണുന്നത്. മുമ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ ഇത്ര. ഇത് കണ്ടില്ലേ, ഇങ്ങനെ തുറന്നിട്ടൊരു
കുട്ടിച്ചാത്തനും അങ്ങനെ അയ്യപ്പൻ അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കുഞ്ഞു ഒരു അമ്പലം മാതിരി കേട്ടോ. അത്രയേ ഉള്ളൂ. അവിടെ എന്താണ് ഇവരൊന്നുമല്ല, ബ്രാഹ്മൺസൊന്നുമല്ല പൂജിക്കുന്നതൊന്നും, അങ്ങനെ അതൊന്നുമില്ല. പിന്നെ ഇപ്പോഴാണ് അവിടെ നല്ല ആ കണ്ടില്ലേ, അവിടെയാണ് ശരിക്കുമുള്ള പൂജ നടക്കണ അമ്പലം. അവിടെ ശരിക്കുമുള്ള പൂജാരിമാരാണ് പൂജിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ കേട്ടോ. ഇതാണ് ഈ ഒരു കാടിൻ്റെ നടുവിലുള്ളൊരു അമ്പലം. അപ്പോൾ എപ്പോഴും നമ്മളിത് പോകുമ്പോൾ ഇങ്ങനെ കാണാം. അപ്പോൾ അവിടെ പൂജയൊന്നും ഉണ്ടാവാറില്ല, ഇങ്ങനെ കാണുമെന്ന് മാത്രമേ ഉള്ളൂ. രസമാണ് കാണാൻ കേട്ടോ. അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് ഞാൻ മുമ്പ് വരുന്ന വഴിക്കുണ്ടല്ലോ, ആ പാറയുടെ മുകളിൽ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇന്നൊന്ന് കാണിക്കാം എന്ന്, നമ്മൾ വീഡിയോ ഒന്നും എടുക്കാറില്ല അന്നൊന്നും. അപ്പോൾ ഇപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതാണ് ശരിക്കുള്ള അമ്പലം. മറ്റേതിലും മറ്റേ കാണിച്ചില്ലേ കുഞ്ഞി അത്. അപ്പോൾ ഇത് ഇവരെല്ലാവരും തയ്യാറാവുകയാണ് കേട്ടോ വൈകുന്നേരത്തേക്കുള്ള ഇത് എന്താണ് വൈകുന്നേരമാണ് തിരക്കുണ്ടാവുക ഇവിടെ. എന്താ മലവള സാധനങ്ങൾ മുമ്പൊക്കെ ഇവിടെ നിന്നല്ലേ ഇങ്ങനെ വേലയ്ക്ക് വരുമ്പോഴാണല്ലോ അല്ലേ ഓരോ സാധനവും വാങ്ങുക. ഇനിയിപ്പോൾ അങ്ങോട്ട് വേല തുടങ്ങുകയാണ്. വേല നമ്മുടെ നാട്ടിലത്തെ വേലാപൂരങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇത് ആ വഴി, ഈ വഴി കൂടെയാണ് നമ്മൾ വന്ന്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇവരൊക്കെ ഉണ്ടതും ഉള്ളൂ കേട്ടോ, ആരും ഉണ്ടാവില്ല. അത് കണ്ടില്ലേ, ഇത് കാടാണ് ശരിക്കും, കണ്ടില്ലേ കാടിൻ്റെ അതിൽ വെക്കുന്ന ജെണ്ട കണ്ടില്ലേ. അപ്പോൾ ഇത് ഞാൻ പാമ്പേരുംപാറയിലേക്ക് പോണ വഴിയാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഇരുന്ന് വർത്തമാനം പറഞ്ഞില്ലേ, അവിടേക്ക് പോണ വഴിയാണ്. ഈ കുഞ്ഞമ്പലത്തിൽ നിന്ന് പോണ വഴിയാണ്. ആൾക്കാർ പോയിട്ടുള്ള വഴികളാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ 2 ആഴ്ച മുമ്പത്തെ ആട് കിടന്നോടത്ത് പൂടയും കൂടി ഇല്ല പറഞ്ഞ മാതിരി ഉണ്ട്, പൂടയുണ്ട്. കോഴിയെ ഇവിടെയാണ് തോല് ഒക്കെ കളഞ്ഞിരിക്കുന്നത്, തൂവലൊക്കെ പറിച്ചിരിക്കുന്നത് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ്. കുറേ ഉണ്ട് ഇങ്ങനെ കാണാണ്ട്. ഇങ്ങനെ കരിച്ച സ്ഥലം ഇങ്ങനെ അത് വെച്ച് ഇതായിട്ടില്ലേ, കുറേ ഉണ്ട്. അപ്പോൾ ഇതൊരു 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ. ആട് കിടന്നോടത്ത് പൂടയില്ല എന്ന് പറഞ്ഞ മാതിരി അങ്ങനെയല്ല, പൂടുണ്ട് എന്ന്. അപ്പോൾ ഇതാണ് ആ വഴി, ആ പാറയിലേക്ക് കയറുന്ന വഴി. അപ്പം അന്ന് അതിങ്ങനെ കാണിച്ചു തരാം. ആദ്യം ഞാൻ പറയട്ടെ എന്ന് വിചാരിച്ചു എന്ന് മാത്രം. കണ്ടില്ലേ, ഇതാണ് ആ കാട്. നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇഷ്ടംമാതിരി കിളികളും എന്താണ് പൂമ്പാറ്റകളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ കൂടെയാണ് ഏത് നേരവും പറന്നുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഇതാ കേട്ടോ. അപ്പുറത്ത് പാടമുണ്ട്, നല്ല നല്ല പാടം, നല്ല ഇതൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതാണ്ടില്ലേ കൊയ്ത്തും ഒക്കെ ഉള്ള നല്ല പാടങ്ങൾ തന്നെ, അല്ലാണ്ട് വെറുതെ ഇട്ടിട്ടുള്ള പാടങ്ങളല്ല. അപ്പോൾ ആ ദൂരത്ത് പാടത്തിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് അയ്യപ്പമല. കണ്ടില്ലേ, ആ അയ്യപ്പമലയിൽ നിന്നാണ് അയ്യപ്പൻ അമ്പെയ്തു എന്ന് പറയണത് കേട്ടോ. ഇവിടേക്ക് പാമ്പിന് അമ്പെയ്തു എന്ന് പറഞ്ഞത് കണ്ടില്ലേ, അയ്യപ്പമല. അവിടെയും ഉണ്ട് ഒരു കുഞ്ഞി ഇത്. മുമ്പൊക്കെ പശുവിനെയൊക്കെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ എൻ്റെ ഏട്ടനൊക്കെ ഇങ്ങനെ അവിടെ കൂടെ പോകും, ഈ മേയ്ക്കാൻ കൊണ്ടുപോകുന്നവരുടെ കൂടെ. അപ്പോൾ അവർക്കൊക്കെ ആൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെ എല്ലാവരും പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഇവിടേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഇഷ്ടം അറിയുക. അങ്ങനത്തെ സ്ഥലമല്ലേ. നമുക്ക് വെണ്ടവാഴ്ചരതിയിൽ പോകാൻ പറയും നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ. കാരണം ഈ സ്ഥലത്ത് കൂടെ പോകാമല്ലോ. ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലങ്ങൾ. എന്ത് നല്ല കാടാ കണ്ടു, നല്ല കാടല്ലേ കാണാൻ. ഞാൻ വെറുതെ ഒന്ന് നിങ്ങൾക്കൊക്കെ ശരിക്കും ഇപ്പോൾ പറഞ്ഞ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ മരവും വെട്ടിയിട്ട് റബ്ബറൊക്കെ വെച്ചിട്ടൊക്കെ സൂര്യൻ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കാണാണ്ട്. പക്ഷെ താഴത്തേക്ക് വെയിലൊന്നുമില്ല, കാരണം അത്രയും മരങ്ങളല്ലേ, നല്ല വലിയ വലിയ മരങ്ങൾ ശരിക്കും. ആൾക്കാരിങ്ങനെ ഓരോ സ്ഥലത്ത് കൂടി ഈ പാറയിൽ കയറിയിരിക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ടേ ഇതാ കണ്ടോ, ഇത്ര കുഞ്ഞും വഴിയാണ് കണ്ടില്ലേ. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയിട്ടാണ് ആ മുള്ളൊക്കെ ഇങ്ങനെ ഇതിലൊക്കെ വരുന്നതേ. ഈ പാറയുടെ മുകളിൽ ഇരുന്നിട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കണ്ടില്ലേ, ഇതാണ് ആ വലിയ പാറ. അത്ര വലിയ പാറ അറിയോ. ഇതിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുറ്റല്ല, അത്ര വലിയ പാറയാണ്. മുമ്പത്തെ കാലത്ത് ഈ ആൾക്കാരൊക്കെ ഓരോരോ വേറെ അമ്പലങ്ങൾ അങ്ങനെ ഇങ്ങനെ വലിയ ഇന്നത്തെ മാതിരിയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അന്നൊക്കെ ബലി നടന്നിരുന്നു. ആടിനെയും കോഴിയും ഒക്കെ ഈ വർഷത്തിലൊരിക്കൽ കൊണ്ടുവന്ന് ഓരോ ഇതാണ്. എന്തറിയോ, ആടിനൊക്കെ കുട്ടി. ഇത് എന്തിൻ്റെ കുഴിയെന്ന് മനസ്സിലായില്ല, എന്താണാവോ കറക്റ്റ് അല്ലേ. ചെതരായിട്ട് 2-3 കണ്ടു അങ്ങനെ. അതിലിങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട് കണ്ടില്ലേ. ഇത്ര വലിയ പാറയാണ്, പരന്ന് കിടക്കണേ. മുമ്പൊക്കെ ഉണ്ടല്ലോ, ഈ എൻ്റെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കോഴി നമ്മളുണ്ടല്ലോ, കോഴിക്ക് കുറേ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അതിലത്തെ ഒരു കോഴിയെ ഉഴിഞ്ഞു വെക്കും അങ്ങനെ. എന്നിട്ട് ഈ ദിവസങ്ങളിൽ അവർ കൊണ്ടുവരാൻ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അല്ലാണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടോ. ഈ അമ്പലത്തിലല്ല, ഇത് നമ്മളുടെ അടുത്തല്ല, അടുത്തുള്ള ഒരു ശ്രീകുറുമ്പ അമ്പലം കാണിച്ചിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ ഇതാ പാമ്പ്, ഇതാണത്രേ പാമ്പ് ഏറിയ പാറ പറഞ്ഞില്ലേ. അപ്പോൾ ആ പാമ്പിൻ്റെ ആ ഒരു വടു കാണുന്നതാണ്. ഇതാ കണ്ടില്ലേ, ഇതാണത്രേ പാമ്പ് എന്നാണ് സങ്കല്പം കേട്ടോ.
അവിടെ തല മാറി കിടക്കണ മാതിരിയാണ്. ശരിക്കും അവിടെ ഒരു മുറിഞ്ഞ ഭാഗം അങ്ങനെ തോന്നുന്നുണ്ട്. അതൊക്കെ ആൾക്കാർ അതാണ് പറയണത്. ഇതാണ് പാമ്പ് ഏറി വന്നിട്ട് കണ്ടില്ലേ, ആ ഒരു പാമ്പ് ഇങ്ങനെ അതുവരെ വലിയ പാമ്പായിരുന്നു. അപ്പോൾ ഭഗവതി പേടിക്കും എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഭഗവതിയെ പിടിക്കാൻ മതിയായിരുന്നു അത്രേ. അപ്പോൾ ആ അയ്യപ്പൻ മല അതാ ദൂരത്ത് കാണുന്ന ആ മലയെന്ന് അമ്പ ചെയ്തു അത്ര അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നു അന്ന്. അപ്പം അന്ന് ശബരിമലയിലല്ല, അപ്പം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അല്ലേ ഓരോരോ കഥകൾ. അത് അല്ല അങ്ങനെയൊക്കെ ഓരോ വിശ്വാസങ്ങൾ. ആ വിശ്വാസങ്ങളും കൊണ്ടാണല്ലോ എല്ലാവരും ഇരിക്കുന്നത് അല്ലേ. ഇതാണ് ആ കണ്ടില്ലേ മുമ്പുണ്ടായിരുന്ന കാവ് കേട്ടോ, വെണ്ടവായിച്ച കാവ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ സ്ഥലങ്ങൾ അവിടെയാണ് വെച്ചിട്ട് ആ അടുപ്പുകൾ കാണിച്ചില്ലേ, ഇവിടെ വെച്ചിട്ടാണ് അവർ ഇതെല്ലാം ഉണ്ടാക്കി ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ തന്നെ കഴിച്ച് ആൾക്കാർ വന്നവർക്കൊക്കെ കൊടുത്ത് അങ്ങനെ. അപ്പോൾ രാവിലെ പേരനൊക്കെ പറയുണ്ടായേ രാവിലെ മുമ്പ് കാണാൻ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ രാവിലെ ആയി കഴിഞ്ഞാൽ കുളിപ്പിച്ച് കോഴികളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് കുറേ എല്ലാവരും കൂടി വന്നിട്ട് അതിൻ്റെ ഒരു സമയമുണ്ട്. ആ സമയത്തെ അത് അറക്കുകയൊക്കെ ചെയ്യുള്ളൂ. അതിനൊക്കെ ഒരു സമയമുണ്ട്. അത്രത് കണ്ടില്ലേ അടുപ്പുകളൊക്കെ ഇവിടെ ഇപ്പോഴും അടുപ്പുകളുണ്ട്. ഇവിടെ ഇത് കൊട്ട് തുടങ്ങി ഉച്ചപൂജ മറ്റേ അമ്പലത്തിൽ കേട്ടോ. അതിൻ്റെ തൊട്ടിട്ടുണ്ട് പറഞ്ഞില്ലേ ആ ശരിക്കുമുള്ള പൂജ നടക്കണ അമ്പലത്തിലാണ്. അപ്പോൾ ഈ കൊട്ടൊക്കെ ഇവിടെയാണ് പരിപാടി. ഇവിടെ വഴിപാടുകളാണ് കേട്ടോ. ഉച്ച സമയമാണത്. അപ്പോൾ ഇത് ആൾക്കാർ വന്നിട്ട് ഇതാ നെല്ലൊക്കെ കൊണ്ടുവന്ന് പറന്നിറക്കുക, അതൊക്കെ ഉള്ള ഓരോ വഴിപാടൊക്കെ നടത്തണം. ഇതൊരു നാട്ടിലത്തെ വേല കേട്ടോ. കുഞ്ഞൊരു ജസ്റ്റ് ഒരു ഇട്ടാവട്ടത്തിലെ ഒരു വേലയാണത്. അവിടുത്തെ ആൾക്കാർ മുഴുവനും പങ്കെടുക്കും. അത് ജാതി മതമൊന്നും ഇല്ല കേട്ടോ. ഇതിനൊക്കെ പൈസ കൊടുക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെ ഇന്ന മതത്തിലത്തെ ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഉള്ളവർ എല്ലാവരും ചെയ്യുന്നുള്ളതാണ്. കാരണം ഒരു സ്ഥലത്തിലത്തെ ഒരു വേലയാണ്, അല്ലാണ്ട് വലിയൊരു സ്ഥലത്തെ ഇതൊന്നുമല്ല, പൂരങ്ങളൊന്നുമല്ല. അപ്പം അത് കാരണം ഇവിടെ ഒരാൾ കൊട്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അങ്ങനെ കുലുങ്ങുണ്ടായിരുന്നു. ഞാനിത് എടുക്കണമെന്ന് കണ്ടപ്പോൾ വേഗം കുലുക്കൊക്കെ നിർത്തി. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. ഈ ഒരു ഞാനത് മെയിനായിട്ട് ഇവിടുത്തെ കുറച്ച് ചടങ്ങുകൾ എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കണ്ടോ എല്ലാവരും റെഡി ആവണേയുള്ളൂ. ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടാണ് കേട്ടോ ആൾക്കാരെ ഇവിടെ ഈ പരിപാടികളെല്ലാം ഇങ്ങനെ വിൽക്കാൻ വന്നതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന്. അവിടെ അവർ ഇവിടെ തന്നെ ഇരുന്ന് കുളിച്ച് കനാലിൽ നല്ല വെള്ളമുണ്ടേ, അത് കുളിച്ച് അവിടെ തോരിയിട്ടുണ്ട് തുണിയെല്ലാം. നിങ്ങൾ ഈ കാണുന്നവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്താ കുഴപ്പം എന്നുള്ളത് ഒന്ന് കമൻറ്റൊക്കെ ഇടാം കേട്ടോ. നല്ല കുഴപ്പമായാലും ഇടാം, നല്ല തന്നെ ഇടണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ലൈക്കോ കമൻറ്റോ ഒക്കെ തരിക. പിന്നെ ആർക്കെങ്കിലും ഇഷ്ടമുള്ള വല്ല അറിയണവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ സന്തോഷം. എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ പുതുതായിട്ട് എൻ്റെ ഫാമിലിയിൽ വന്ന എല്ലാവർക്കും വളരെയധികം നന്ദി കേട്ടോ. എന്നാൽ ശരി, ടാറ്റാ.